ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ബ എന്ന സിനിമയുടെ ടീസർ വന്നിരിക്കുകയാണ്, ട്രെയിലർ വന്നിരിക്കുകയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയുണ്ട്. അതായത് വേറെ ലെവലിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് ജാതി കളർ ഗ്രേഡിങ്, ഒരു അടിപൊളി സിനിമ, വേറൊരു മൂഡ് സിനിമയാണ്. നമ്മൾ സാധാരണ കാണുന്ന മൂഡല്ല, ഒരു എന്താ പറയുക, ആവേശം അങ്ങനെയുള്ളൊരു സിനിമയില്ല, സെലിബ്രേഷൻ സിനിമ. അടിപൊളി എന്ന് പറഞ്ഞാൽ അതിൽ എന്താ പറയുക, വലിയ നമ്മൾ കാര്യങ്ങളൊന്നും നോക്കാൻ പാടില്ല. ഇതെങ്ങനെയാണ് ഇങ്ങനെ നടക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ, വലിയ സംഭവങ്ങളൊന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് മൂഡിൽ മാത്രം കാണേണ്ട സിനിമയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇതിൽ ദിലീപിൻ്റെ റോള് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ശരിക്കും ഡബിൾ മീനിങ്ങിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ദിലീപിനെ പൂട്ടിയുള്ള പൂട്ടും അത് തുറക്കുന്ന പൂട്ടുകളൊക്കെ ഉണ്ടായി. ഇപ്പം നടന്ന സംഭവങ്ങളൊക്കെ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട്, അതായത് ദിലീപിൽ നിന്ന് എന്തായാലും രക്ഷപ്പെടും, ഈ കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടും എന്നുള്ളത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള സിനിമയാണ്. അതുകൊണ്ട് കയ്യടി കിട്ടാൻ കുറേ സാധ്യതയുണ്ട്. പറഞ്ഞ് പണിയുള്ളൊരു സിനിമയാണ് ഈ സിനിമ. ഇത് മാത്രമല്ല, അതിൽ ലാലേട്ടൻ്റെ എൻട്രി ഉണ്ട്, അതിഗംഭീര എൻട്രിയാണ് ലാലേട്ടൻ. പിന്നെ ഇങ്ങനത്തെ റോളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടാൻ പറ്റില്ല, നമുക്കറിയാം. അപ്പം ലാലേട്ടൻ്റെ ഇങ്ങനെയുള്ള അടിപൊളി സാധനങ്ങളൊക്കെ വേറൊരു നടനും ലോകത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ലാലേട്ടൻ്റെ എന്താ പറയുക, മറ്റേ இந்த நடை போதுமா இந்த கொஞ்சம் வேணுமா டன் டடன் டன் டடன் டன் டடன் டன் டன் இந்த நடை போதுமா இன்னும் கொஞ்சம் வேணுமா டன் 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 டடன் டன் 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 அப்படி போடு 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 അസതി പോട് കണ്ണാലേ എന്നുള്ള സാധനമില്ലേ, അതിൻ്റെ വിജയുടെ ഹിറ്റ് ഗാനമായിട്ടുള്ള ആ പാട്ടിൻ്റെ സംഭവമൊക്കെ ആയിട്ടുള്ള സംഭവം. അണ്ണനായിട്ടാണ് വരുന്നത് ലാലേട്ടൻ, ദിലീപിൻ്റെ അണ്ണൻ രക്ഷകനായിട്ട് വരുന്ന സംഭവമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും അങ്ങനെ ഒരു കഥാപാത്രമാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ബബ്ബ എന്ന സിനിമ വിജയിക്കേണ്ടത് ദിലീപിൻ്റെ വലിയൊരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിനെ ലാലേട്ടനെ ഈ സിനിമയിൽ കൂട്ടിയുള്ളത്. എന്തായാലും ലാലേട്ടന് ഒരു 5 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ കൊടുക്കും. എന്തായാലും ആ 7 മിനിറ്റ് കൊണ്ട് ആൾ ഒരുവിധം പൊരിച്ചു കൊടുക്കാൻ വേണ്ടി മോഹൻലാൽ ഫാൻസുകാരെല്ലാവരും സിനിമയ്ക്ക് കയറും. അവർ വന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ക്യാമിയോ റോൾ കൊടുത്തിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ക്രെഡിറ്റ്സ് മുഴുവൻ ലാലേട്ട ഫാൻസ് കൊണ്ടുപോകും എന്നുള്ളത് 100% ഉറപ്പാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഫുൾ ക്രെഡിറ്റ്സ് ഗോസ് ടു മോഹൻലാലാണ്. എന്തായാലും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ വിജയിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൂഡിൽ ക്രിസ്മസ് വൈബിൽ ഇറങ്ങിയുള്ള സിനിമയാണ്. ഞാനത് അതിൻ്റെ ട്രെയിലർ കണ്ടുകൊണ്ടല്ല വീഡിയോ ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യം എനിക്കിപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ചെയ്യാത്തത്. അതായത് ട്രെയിലർ കൂടെ സൈഡിലേക്കൂടെ കാണിപ്പിച്ചിട്ട് അത് നോക്കി പറയാനുള്ള സാഹചര്യം ഇപ്പം ഇല്ല. അതുകൊണ്ടാണ് കണ്ടു കഴിഞ്ഞ ശേഷം, ട്രെയിലർ കണ്ടതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. എങ്ങനെയുണ്ട്? നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. നമ്മളൊരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തന്നിമത്ത കെട്ടിയും പോലെ I will take you to the miraculous universe of the most wanted person you're searching for. Flashback போற மாதிரியே இருக்குது. ഇത് ഞാൻ കണക്കും. சும்மா தூக்கி அடியண்ணா. അഡ്വക്കേറ്റ് മുകുന്ദൻ ഒറിജിനൽ. വീണ്ടും സന്ധിക്ക് പറയ്ക്കും വണക്കം എന്ന് സാധാരണക്കാരൻ. അതായത് സാധാരണക്കാരൻ അതിപ്പോ പറയാൻ കഴിയില്ല. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പുളിക്കണം. എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി മിന്നി തിളങ്ങണം. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർസ്റ്റൺ ഇടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. സത്യം താൻ കടമയെ ചെയ്യും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരു 1.5 കാലമായിരുന്നു. മതിയാ. இந்த நட போதுமா இன்னும் கொஞ்சம் வேணுமா. അപ്പോൾ തകർക്കല്ലേ, നമുക്ക് ക്രിസ്മസ് തകർക്കാം. ഡിസംബർ 18 നമുക്കറിയാം. ഡിസംബർ 18 സിനിമ വരുന്നത്. ഇന്ന് 8/18 സിനിമയുടെ ഈ ട്രെയിലർ ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും ലാലേട്ടൻ ക്യാമിയോ റോളിൽ ഈ സിനിമയെ ലിഫ്റ്റ് ചെയ്യും എന്നുള്ളത് 100% ഉറപ്പായി. അപ്പോൾ ഇന്ത നട പോതുമാ ഇഞ്ഞും കൊണ്ടും വേണമാ, വേണ്ട അല്ലേ?